ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ 4 മണി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വെച്ചിരിക്കുന്നതാണ്. ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലൊരു ഗ്രേറ്റർ വെച്ചിട്ട് ചെയ്താൽ മതി. കുറച്ചും കൂടി വലിയ ഹോൾസ് ഉള്ള ഗ്രേറ്റർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതുപോലെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് രണ്ടും ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഉരുളക്കിഴങ്ങ് ഫുള്ള് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു 5 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. ഈ ഉരുളക്കിഴങ്ങിലുള്ള സ്റ്റാർച്ച് ഫുള്ള് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഗ്രേറ്റ് ചെയ്ത് പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ വെന്ത് കഴിയുമ്പോൾ അതിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ തോന്നും ആ സ്റ്റാർച്ച് ഇരുന്നാൽ. അതുകൊണ്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് തന്നെ ഇത് തയ്യാറാക്കണം. ഇത് 5 മിനിറ്റ് കഴിഞ്ഞു. ഈ വെള്ളത്തിന് കണ്ടോ ചെറിയൊരു ബ്രൗൺ കളർ ഉണ്ടാവും. നമ്മൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രൗൺ കളർ വരുന്നതാണ്. അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് ആദ്യം ഈ വെള്ളം ഊറ്റിക്കളയാം. ഞാൻ ആദ്യം ഇതുപോലൊരു അരിപ്പയിലൂടെ ഒഴിച്ച് ഈ വെള്ളം ഊറ്റിക്കളയാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. കൈ വെച്ച് ഇതുപോലെ നന്നായി പിഴിഞ്ഞെടുക്കാം. ആ ഉരുളക്കിഴങ്ങിൽ ബാക്കിയുള്ള വെള്ളം എല്ലാം നല്ലപോലെ പിഴിഞ്ഞ് കളയണം. നല്ല ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പിഴിഞ്ഞ് ഇതുപോലെ വെള്ളം എല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില. കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. ഞാൻ പക്ഷേ ഇതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടില്ല, കാരണം കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ 2 എണ്ണം ചേർത്താൽ അതാണ് കൂടുതൽ നല്ലത്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മൾ തോരനൊക്കെ ചേർക്കുന്ന ജീരകമാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം. അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല, പുട്ടുപൊടിയോ ഇടിയപ്പം പൊടിയോ അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് കടലമാവാണ്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്തിട്ടുള്ളത്. 5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടുതൽ. അപ്പോൾ കടലമാവ് നമ്മൾ ഒരുമിച്ച് ചേർക്കണ്ട, കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആ ഒരു പരുവം അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഈ 5 ടേബിൾ സ്പൂൺ നമുക്ക് ചേർക്കേണ്ടി വരത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് ചേർത്താൽ മതി. അപ്പോൾ ആദ്യം കുറച്ച് കടലമാവ് ചേർത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് കൈവച്ച് തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈവച്ച് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പരുവം അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കടലമാവ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉരുളക്കിഴങ്ങിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ, അതായത് ചില ഉരുളക്കിഴങ്ങിലൊക്കെ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ അത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും. കണ്ടോ, ഇതുപോലെ ആവും. അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ സോഫ്റ്റ് ആയെന്ന് തോന്നിയാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 5 ടേബിൾ സ്പൂൺ കടലമാവും ചേർത്തു. ഇത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവണം. അതിന് വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് അതിൻ്റെ പരുവം. കണ്ടോ, ഇത്ര സോഫ്റ്റ് ആയിരിക്കണം. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയുമല്ല. അതായത് നമ്മളൊരു ബോളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തി നോക്കുക. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ പരത്താൻ പറ്റണം. നമ്മൾ പാനിലും ഇതുപോലെ പരത്തി വെച്ചാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ വെക്കാൻ പറ്റണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് അല്ലാത്ത പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് ദോശക്കല്ല്, ഇരുമ്പിൻ്റെ ദോശക്കല്ലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ കുറച്ച് എണ്ണ ഒന്ന് തേക്കില്ലേ, അതുപോലെ തേച്ചാൽ മതി. എന്നിട്ട് പാൻ ചൂടാകുമ്പോൾ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു സ്പൂണിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സ്പൂൺ വെച്ച് തന്നെ അതിനെ ഇങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെറിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്, സ്നാക്ക് ആയതുകൊണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി വലുതായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ ഇത് ഞാൻ കണ്ടുപിടിച്ച സ്നാക്കൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ പേര് ആലൂ ചീല എന്നാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. പക്ഷെ അവർ ഇതുപോലെ സ്നാക്കായിട്ടല്ല ഇത് കഴിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ ഒരു ചെറിയ ദോശ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു വലിപ്പത്തിന് ഉണ്ടാക്കിയിട്ട് ചട്നി കൂട്ടിയൊക്കെയാണ് കഴിക്കുക.
പക്ഷെ ഞാനിന്നിപ്പോൾ ഇത് സ്നാക്കായിട്ട് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. കുറച്ച് ചെറുതായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വട്ടത്തിന് പരത്തി വെച്ച് കൊടുക്കുക. ഒരുപാട് കട്ടി കൂടി പോകരുത്. ഇതിന് ചുറ്റും കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ മതി. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പം നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെയും ചുറ്റും കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയിലൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴാണ് അതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് എപ്പോഴും മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്യണം. തീ കൂട്ടി വെക്കരുത്. കാരണം പുറമേ പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞു പോകും. നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങൊന്നും നേരെ വേവില്ല. അതുപോലെ കടലമാവും നേരെ വേവത്തില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് തിരിച്ചിടുവാണ്. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടില്ല കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി അതായത് ഒന്ന് ബ്രൗൺ ആയി വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടു എന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ചെയ്യാം. അപ്പം അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ടു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി തിരിച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. പിന്നെ ഇതിലേക്ക് കൂടുതൽ എണ്ണ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം ചേർത്തത് മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുത്താണ്. കണ്ടോ, ഇതിപ്പോൾ പുറമേ നല്ല ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി വരണം. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആലു ചീല റെഡി ആയിട്ടുണ്ട്. ഇത് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ മൊരിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ നല്ല ചൂടോടുകൂടി കഴിക്കുകയും വേണം. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കടലമാവ് ആയതുകൊണ്ട് തന്നെ ചൂടാറിക്കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാം. പിന്നെ ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് തേങ്ങ ചട്നി കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ സോസ് ആയിരിക്കും കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.